എവ്രിവൺ, എല്ലാവർക്കും സുഖമല്ലേ? മിസ്സിനെ എല്ലാവർക്കും മനസ്സിലായോ? മിസ്സിന്റെ പേര് ബ്രിജീത്ത എന്നാണ്. മിസ്സാണ് നിങ്ങളെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ലൈവ് വന്നപ്പം നിങ്ങൾ മിസ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് മിസ്സെ എങ്ങനെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കും? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചിട്ടൊന്നും ഓർമ്മ നിൽക്കുന്നില്ല, പ്രോഗ്രാംസ് ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല, എന്നാ ചെയ്യും എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. എങ്ങനെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാം, ഹൗ ടു സ്റ്റഡി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഫക്റ്റീവ്ലി, ഇതാണ് ഇന്ന് നിങ്ങളോട് മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നല്ല, ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ്. ആദ്യം തന്നെ മിസ് പറയട്ടെ, നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്താലും അല്ലെങ്കിൽ എന്ത് പോർഷൻ നിങ്ങൾ പഠിക്കാൻ എടുത്താലും ആദ്യം നിങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലേ പഠിക്കുന്നത്. എന്താണ് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ? ഞാൻ എന്തിനാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നത്? ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയ എനിക്ക്, അല്ലെങ്കിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഞാൻ എന്തിന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കണം? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക എന്തിനായിരിക്കും പഠിക്കുന്നത് എന്നുള്ളത്. മിസ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മിസ്സിന് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നീട് അത് മനസ്സിലായി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാനിത് പഠിച്ചതെന്നുള്ളത്. മക്കളെ, നിങ്ങളൊരു കോമ്പറ്റിറ്റീവ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അപ്പം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എപ്പോഴും കഴിവുള്ള ആൾക്കാരെയാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പം എന്താ, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് കമ്പ്യൂട്ടർ അല്ലെ ഇൻ്റർനെറ്റിലുള്ള ഒരു നോളജ് എന്ന് പറയുന്നത് വളരെ 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 അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് അതിലുള്ളൊരു നോളജ് തരിക. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഏത് മേഖലയിൽ ചെന്ന് നിന്നാലും, അത് ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ആയിക്കോട്ടെ, കോർപ്പറേറ്റുകളിലായിക്കോട്ടെ, എവിടെ ആയാലും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, എന്തിൽ നിങ്ങൾ ചെന്ന് നിന്നാലും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങളുടെ സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്, നിങ്ങൾ ഒരു പോർഷൻ എടുത്ത് പഠിക്കുമ്പം എങ്ങനെ നിങ്ങൾ പഠിക്കണം, എങ്ങനെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കണം. മെയിനായിട്ട് നമ്മൾ പ്രോഗ്രാംസ് ആണ് നമുക്ക് ഇതിനകത്ത് പാടായിട്ടുള്ളത് അല്ലേ? നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ പാടുള്ളത് എന്താ? പ്രോഗ്രാംസാണ്. ഈ പ്രോഗ്രാംസ് പഠിക്കുമ്പം നിങ്ങൾ ഒരിക്കലും ഇതിനെ ബൈഹേർട്ട് ചെയ്യാൻ നിൽക്കരുത്. ബൈഹേർട്ട് ചെയ്യുമ്പോഴാണ് മക്കളെ നമ്മളത് മറന്നു പോകുന്നത്. പിന്നെ എന്ത് ചെയ്യും മിസ്, ഈ വലിയ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ പിന്നെ എങ്ങനെ പഠിക്കാനാ അല്ലേ? അതിന് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്ത് സാധനം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചാലും അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് അത് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ആ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം ഞാൻ അവിടെ എഴുതിയത് എന്ന് വേണം ഞാൻ പഠിക്കാൻ. അല്ലാതെ എൻ്റെ പ്രോഗ്രാമിൻ്റെ തുടക്കം ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം ആണ് എന്നല്ല ഞാൻ പഠിക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ട് അതവിടെ വന്നു, എന്താണ് അവിടെ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യത്തിൻ്റെ അർത്ഥം. ഓക്കെ, ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ കാര്യത്തിലും, നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഈവൻ ഒരു സെമി കോളൻ ആണെങ്കിൽ പോലും ആ ഒരു സെമി കോളന് അതിൻ്റേതായിട്ടുള്ളൊരു മീനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ മീനിങ് നമ്മൾ മനസ്സിലാക്കണം. ആ മീനിങ് മനസ്സിലാക്കി പഠിക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? എന്ത് സാധനം പഠിച്ചാലും ആദ്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഒരു കാര്യത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിനി മുന്നോട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്? മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാം. മനസ്സിലാക്കി മനസ്സിലിരുന്ന കാര്യമില്ല, എന്ത് ചെയ്യണം? എഴുതിയും കൂടെ വെക്കണം. എഴുതി വെച്ച് കഴിയുമ്പം എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്കതിനെ റിവൈസ് ചെയ്യാനും പിന്നീട് അതെടുത്ത് പഠിക്കാനും നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങളിപ്പം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്സ് ആയിട്ട് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇനി എങ്ങനെ ഇതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും? ഇത് ഒരു ഡൗട്ട് ആയിരിക്കുമല്ലോ. അപ്പം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മളോടൊക്കെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. എങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യാനാ എന്ന് നിങ്ങൾ ചിന്തിക്കാം അല്ലേ? ഇപ്പം നമുക്ക് ഓൾറെഡി ക്ലാസ്സിൽ നിന്ന് കുറേ നോട്ട് തരുന്നുണ്ട്. അതല്ലാതെ നമ്മളിങ്ങനെ നിങ്ങൾ ലൈവ് കണ്ടിട്ടും അല്ല നിങ്ങൾ ആപ്പിൽ കയറി പഠിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കുണ്ട്, ഇനി ഞാൻ എന്നാ നോട്ട് ഉണ്ടാക്കാനായിട്ടാ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എൻ്റെ മക്കളെ, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും
എപ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെ നോട്ട്സ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് ആണ് എപ്പോഴും എഫക്റ്റീവ് ആയിട്ടുള്ളത്. നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും നമ്മൾ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ട്സ് നോക്കി പഠിക്കുക. ആ നോട്ട്സ് നോക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ പിന്നെയും പിന്നെയും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുന്ന ടോപ്പിക്ക് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് നോട്ട് ഉണ്ടാക്കണം. ഇനി എങ്ങനെ നമ്മൾ നോട്ട് ഉണ്ടാക്കും? ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുന്നതിന് നിങ്ങളൊരു കോഡ് ഉണ്ടാക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാ, നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്ന പോർഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ ടോക്കൺസ് പഠിച്ചതാണ്. അപ്പൊ ടോക്കൺസ് എങ്ങനെയാ നമ്മൾ പഠിച്ചത്? ടോക്കൺസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊളിക്ക് എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. എന്താ? P for punctuators, O for operators, L for literals, I for identifiers and K for keywords. ഇങ്ങനെ പറയുന്ന പൊളിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമല്ല. പൊളിക്കടാ പൊളിക്കടി എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പൊ ആ ഒരു പൊളിക്ക് എന്നുള്ളൊരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു വേർഡ് നിങ്ങൾ അതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചേ? നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ടോക്കൺസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പഠിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിനൊക്കെ ഓരോ ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ ഓരോ കോഡുകൾ പ്രിപ്പയർ ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എന്താണ് ടോക്കൺസ്? ഇപ്പം മിസ് നിങ്ങളോട് പറഞ്ഞു ടോക്കൺസ് എന്ന് പറയുന്നത് വേർഡ്സ് ആണ്. ആ വേർഡ്സ് ഇതൊരു ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് C++നെ ഇങ്ങനെ പൊക്കി കൊണ്ടുവരുന്നത്. അതിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ 1 or 2 വാക്യത്തിൽ എഴുതി വെക്കുക. Tokens are the fundamental building blocks of C++ program. ഓക്കെ, അതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ അതിനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾ അതിനെ എഴുതി വെക്കുക. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ട് വരിക? നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഷോർട്ട് നോട്ട് എഴുതി വെക്കുമ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായ കാര്യം ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പിന്നീട് ഓർത്താൽ ഞാൻ എങ്ങനെ അതിനെ മനസ്സിലാക്കി എടുക്കും എന്നുള്ള രീതിയിൽ ഞാൻ അതിനെക്കുറിച്ച് എഴുതി വെക്കുമ്പോഴത്തേക്കും പിന്നെ ഒരു കാലത്ത് നമ്മളെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതായിരുന്നല്ലേ, മറന്നു പോയാലും നമുക്കതിനെ റീകളക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ക്യാരക്ടർ സെറ്റ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എടുത്തു ക്യാരക്ടർ സെറ്റ്. ഇനി ഈ ക്യാരക്ടർ സെറ്റിനെ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ ഞാനൊരു ഫ്ലോ ചാർട്ടിന്റെ രൂപത്തിലേക്ക് ആക്കണം. ഇതിങ്ങനെ വട്ടം വരച്ചിട്ട് ഇവിടെ എനിക്ക് ഡിജിറ്റ്സ്, ദെൻ നെക്സ്റ്റ് വൺ എന്താ വരുന്നത്? ലെറ്റേഴ്സ്, അടുത്ത ഇനി എന്താ വരിക? വൈറ്റ് സ്പേസസ്. ഇതിങ്ങനെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇങ്ങനെ ഞാനൊരു ഫ്ലോ ചാർട്ടിന്റെ രൂപത്തിൽ എഴുതി വെക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും എനിക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ എനിക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന വേറൊരു രീതിയിലേക്ക് എനിക്ക് മാറ്റാം. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എടുത്തു ക്യാരക്ടർ സെറ്റ്. എന്നിട്ട് എന്തെടുത്തു? ഇതിനെ ഞാനിങ്ങനെ തരംതിരിച്ചു. എന്നിട്ട് ഞാൻ എഴുതി. ആദ്യം വരുന്നത് എന്താ? ഡിജിറ്റ്സ്. ദെൻ എന്താ വരിക? ലെറ്റേഴ്സ്, then white spaces, other characters എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോന്നും ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇപ്പൊ ഡിജിറ്റ്സിന്റെ നേരെ ഞാൻ എന്തെടുത്തു? 0 to 9. ലെറ്റേഴ്സ് ആണെങ്കിലോ A to Z, A to Z. ഇങ്ങനെ ഓരോന്നിനെ നമ്മൾ ക്രമപ്പെടുത്തി എഴുതുവാണെന്നുണ്ടെങ്കിൽ, ഒരു ഫ്ലോ ചാർട്ടിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ രൂപത്തിലൊക്കെ നമ്മൾ ഇതിനെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണുമ്പം ഒരുപാട് മെസ്സി ആയിട്ട് ഇരിക്കത്തുമില്ല. നമുക്ക് എന്ത് ചെയ്യാനായിട്ടും പറ്റും? പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാനും പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം എപ്പോഴും നീറ്റ് ആയിരിക്കണം നിങ്ങളുടെ നോട്ട്. നമുക്ക് എടുത്ത് നോക്കാൻ തോന്നണം. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തിക്കുറിച്ച് ഇടുവല്ല ചെയ്യേണ്ടത്. പിന്നെ എന്താണ്? ആ നോട്ട് കാണുമ്പോൾ നമുക്കതൊന്ന് എടുത്ത് നോക്കാൻ തോന്നണം. അതുപോലെ നീറ്റ് ആയിട്ട് വേണം നമ്മൾ നോട്ട്സ് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, അപ്പം നോട്ട്സിന്റെ കാര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കണ്ടുപിടിക്കണം മക്കളെ. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് തരുന്ന പോർഷൻസിനകത്ത് കുറേ അധികം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് കാണാം അല്ലേ? ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 4-5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് എടുക്കുക. എടുത്തിട്ട് എന്ത് ചെയ്യുക? നോക്കുക, ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട്
റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി വെക്കുക. ആ ഒരു പോർഷൻ നന്നായിട്ട് പഠിക്കുക. ആ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കണം എന്നില്ല വരിക, പക്ഷെ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്ന്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോക്കൺസ് എടുത്തു. ആ ടോക്കൺസിനകത്തുനിന്ന് എന്ത് ചെയ്യുക, പല വർഷങ്ങളായിട്ട് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരു വർഷം പങ്ക്ച്വേറ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചു, വേറൊരു വർഷം ഐഡന്റിഫയേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിലും അവിടെ എന്താ മീനിങ്, ടോക്കൺസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു മീനിങ് അല്ലേ അവിടെ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ടോക്കൺസ് എന്ന് പറയുന്ന പോർഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മളൊരു നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം അവിടെ നമ്മൾ എന്ത് എടുക്കണം, നമ്മൾ ടോക്കൺസ് കൊടുക്കുക. ഈ ടോക്കൺസിന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാകുന്ന പോലെ നമ്മൾ ഓൾറെഡി നമ്മൾ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ നമ്മൾ വീണ്ടും എഴുതുക. അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ഈ ടോപ്പിക്സിൻ്റെ എല്ലാം പേര് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ടോപ്പിക്സിൻ്റെ നോട്ട്സ് നോക്കിയിട്ട് കൂടുതൽ വൃത്തിയായിട്ട് ഈ ടോപ്പിക്സിനെ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, എക്സാം എഴുതുമ്പോഴത്തേക്കും നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റും. ഈ ടോപ്പിക്സിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. കാരണം പ്രീവിയസ് ഇയറിലെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നത് ഇതാ. അതുകൊണ്ട് തന്നെ നമ്മളത് നോക്കി കണ്ടുപിടിച്ചതാണ്. സോ ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് എന്താണ്, ഒരുപാട് ചവറ് പോലെ പഠിക്കുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പം ഇതാണ് വേറെ ഒരു വഴി എന്ന് പറയുന്നത്. ഇതുപോലെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ എന്താണ്, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം നിങ്ങളിതിനെ ഫോളോ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ദെൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ബി എ ടീച്ചർ. ഒരു ടീച്ചർ ആവുക. എന്താണ്, മിസ് പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മിസ് ചെയ്തുകൊണ്ടിരുന്നൊരു ഇതാണ്, മിസ്സിന് ടീച്ചർ ആവാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് തൊട്ട് എന്താണ്, പഠിക്കാൻ കയറുമ്പോഴത്തേക്കും ഒരു ചൂരവടിയൊക്കെ എടുത്തിട്ട് ബുക്കൊക്കെ പിടിച്ചുകൊണ്ടാണ് നടക്കുക. എന്തിനാ, പകലാണെന്നുണ്ടെങ്കിൽ ചെടിക്കിട്ടൊക്കെ അടിച്ച് പഠിപ്പിക്കും, രാത്രിയാണെന്നുണ്ടെങ്കിൽ കട്ടിലിനിട്ടും മേശക്കിട്ടൊക്കെ അടിച്ച് പഠിപ്പിക്കും. എന്നിട്ട് എന്താണ്, ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇവരോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങ് പഠിക്കുക. അപ്പം എന്താണ്, നമ്മൾ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം. എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കത്തില്ലേ. അപ്പോൾ അത് നിങ്ങൾ നേരത്തെ ചെയ്യുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ പഠിപ്പിക്കുക. കമ്പൈൻ സ്റ്റഡി ഒക്കെ ഇതിനൊക്കെ ഭയങ്കര നല്ലതായിരിക്കും. പക്ഷേ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്താ പറയുക, നമ്മൾ ഉഴപ്പി നടക്കാനായിട്ടല്ല, നമ്മൾ പഠിക്കണം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ കമ്പൈൻ സ്റ്റഡി ഒക്കെ പോലെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാട്ടോ. അപ്പം എന്താണ്, ഒരു ടീച്ചർ ആവുക. നിങ്ങൾ തന്നെ ഒരു ടീച്ചർ ആവുക. നിങ്ങളൊന്നെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇരുത്തി അങ്ങ് പഠിപ്പിക്കണം. മിസ്സിൻ്റെ അനിയനെയൊക്കെ ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു. എന്തിനാ, വെറുതെ, ഒരു കാര്യമില്ല. പക്ഷെ എന്താ, നമ്മൾ അങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും പഠിക്കും. നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പഠിക്കാനുള്ളതിനേക്കാൾ എഫേർട്ട് അവിടെ ഇടും. ഞാനൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അത് എപ്പോഴും പൂർണ്ണമായിരിക്കണം എന്നൊരു ചിന്ത നമുക്ക് വരും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചിട്ട് നമ്മൾ വേറൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പം നമുക്കും അത് മനസ്സിലാകും, ആ ഒരു വ്യക്തിക്കും അത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിൽ അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടർക്കും ഒരുപോലെ ബെനിഫിറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക മക്കളെ, നമ്മൾ പഠിപ്പിക്കുക. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നോട്ട്സ് നോക്കിയിട്ട് നമ്മൾ പഠിപ്പിക്കുക. അപ്പം നമുക്ക് എന്താ, കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പം അതാണ് അടുത്ത ഒരു രീതി എന്ന് പറയുന്നത്, ബി എ ടീച്ചർ, ഒരു ടീച്ചർ ആവുക എന്നുള്ളത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. ഞാൻ ഈ പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ, ഇതൊക്കെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് നോക്കുക. അപ്പം അതാണ് നിങ്ങൾക്ക് അടുത്തത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, പഠിച്ചതിനെ റിവൈസ് ചെയ്യുക. പഠിച്ചതൊക്കെ ഓർമ്മ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. എന്തൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഒരിക്കലും ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം പഠിക്കാനായിട്ട് നോക്കരുത്. നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് വേണം അല്ലേ. നമ്മുടെ ബ്രെയിനിൽ കൊള്ളുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓരോ രീതിയിലായിരിക്കും കപ്പാസിറ്റി വരിക. അപ്പം നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ പഠിക്കാവുള്ളൂ. അതിൽ കൂടുതലെടുത്ത് നമ്മുടെ ബ്രെയിനിന് ഇത് കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും, ഉള്ളതും കൂടെ അങ്ങ് പോകും. അപ്പം അങ്ങനെ ചെയ്യരുത്. എപ്പോഴും കുറച്ച് പോർഷൻസ് വീതമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പോർഷൻസ് വീതം അങ്ങനെ തന്നെ പഠിക്കുക. അപ്പോൾ ഈ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നവർ കാണും, അതൊക്കെ നല്ലതാണ്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുമ്പം
വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങളെടുത്ത് നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കരുത്, കുറച്ചേ കൊടുക്കാവുള്ളൂ. ആ കൊടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മയുണ്ടോ എന്നുള്ളത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. 1, 2, 3 വട്ടം ഒക്കെ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഓക്കെ, അതാണ് അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇനി ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാംസ് കണ്ടക്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങ് പരീക്ഷ ഇടണം. ഓക്കെ, നിങ്ങൾ എഴുതുക വാട്ട് ഈസ് C++ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കൊടുത്തു. എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, എഴുതു, ഇതിൻ്റെ ആൻസർ എന്താണെന്ന് എഴുത്, നീ പഠിച്ചതല്ലേ, നീ ഇതിൻ്റെ ആൻസർ എഴുത് എന്ന് നിങ്ങളോട് തന്നെ പറയണം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തോരം കാര്യങ്ങൾ പഠിച്ചു എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഇടണം. ക്വസ്റ്റ്യൻസ് ഇടുന്നതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യം പഠിച്ചു, നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കി, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും ഇന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്ത് തീർത്തിട്ടാണ് നമ്മൾ ഈ ലാസ്റ്റത്തെ ഇതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പം എന്ത് സംഭവിക്കും, നമുക്ക് തന്നെ തോന്നും ഈ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇടാം. എന്നിട്ട് നമ്മൾ അതിന് ആൻസർ എഴുതി നോക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൻ്റെ ടൈമിൽ ഒരു ആൻസർ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കത് വളരെ 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 യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നല്ല ഏത് സബ്ജക്റ്റ് പഠിച്ചാലും നിങ്ങൾ പിന്നെ അത് മറന്നു പോകത്തില്ല. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം മക്കളെ, ആദ്യം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും എന്തുകൊണ്ട് അത് വന്നു, സെമിക്കോളൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ സെമിക്കോളൻ അവിടെ വന്നു എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, പിന്നീട് അതിനെക്കുറിച്ച് നോട്ട്സ് എഴുതാവുള്ളൂ. നോട്ട്സ് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റൊരാളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളത് പഠിക്കണം. നിങ്ങൾ വേറൊരാളെ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളും അത് പഠിക്കും. അപ്പോൾ പ്രോഗ്രാമിംഗ് എന്താണ്, ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ വന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇപ്പോൾ C++ൻ്റെ ആണെങ്കിലും നമ്മുടെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഓരോ കാര്യങ്ങളും അവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് മറന്നു പോവാതെ ഉഷാറായിട്ട് തന്നെ എല്ലാം പഠിക്കാനായിട്ട് പറ്റട്ടെ. ഓക്കെ, താങ്ക് യു.